ഹാരിസ് ബീരാൻ എം പി ടെലിഫോൺ ലൈനുണ്ട്. ഹാരിസ് ബീരാൻ, ഇത് ഭരണഘടനയുടെ ഏത് വകുപ്പാണ്, എന്താണ് ഭേദഗതി ചെയ്തുകൊണ്ട് ഈ നിയമം ഉണ്ടാക്കുക? ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. ഇതിപ്പോ നമ്മളുടെ ഇവിടെ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഒരു കുറ്റാരോപിതൻ കുറ്റക്കാരനാകുന്നില്ല അൺലെസ് പ്രൂവൻ ഗിൽറ്റി. അതാണ്. അതിപ്പോ അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചാൽ മാത്രമേ ഒരാൾ കുറ്റക്കാരനാകുന്നുള്ളൂ. അതുവരെ കുറ്റാരോപിതൻ മാത്രമാണ്. ഇപ്പൊ ഈ പുതിയ നിയമപ്രകാരം കുറ്റാരോപിതനായാൽ മാത്രം മതി നിങ്ങൾ കുറ്റക്കാരനാക്കി കണക്കാക്കിയിട്ട് നിങ്ങളിപ്പോ മന്ത്രിയാണെങ്കിലോ മുഖ്യമന്ത്രി ആണെങ്കിലോ നിങ്ങളെ മാറ്റാനുള്ള ഒരു അധികാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ നിയമ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇതിപ്പോ നമുക്കറിയാം, ഇപ്പോ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ തന്നെ 2 വർഷം തടവ് ശിക്ഷ കിട്ടി. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റക്കാരനാക്കി തടവ് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ജനപ്രതിനിധി അവിടെ നിന്ന് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നതാണ്, ഇപ്പോഴത്തെ ഏജൻസികളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ED പോലത്തെ അല്ലെങ്കിൽ CBI പോലത്തെ ഏജൻസികളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓരോ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും എല്ലാം കൊണ്ടുപോയി ജയിലിലിടുന്നതെല്ലാം നമ്മൾ കാണുന്നതാണ്. ദിവസേന നമ്മൾ കാണുന്ന പ്രക്രിയയാണ്. അപ്പൊ ആ ഒരു മാസം അങ്ങനെ എങ്ങനെയെങ്കിലും ജാമ്യം കൊടുക്കാതെ അവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരം അത് ഗവർണർക്കാണ് കൊടുക്കുന്നത്. അത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ മാറ്റാനുള്ള അധികാരം അത് ഗവർണർക്ക് കൊടുക്കാൻ, ഗവർണർക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്യാം എന്നുള്ള ഒരു നിയമമാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. രാഷ്ട്രീയപരമായിട്ട് എനിക്കറിയില്ല ഇനിയിപ്പോ ആരെയാണ് ഉന്നം വെക്കുന്നത്, പിണറായിയാണോ സിദ്ധരാമയ്യാണോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയാണോ അല്ലെങ്കിൽ അവരുടെ തന്നെ യോഗിയാണോ നമുക്കറിയാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നോ എന്താണ് അവരുടെ ഉദ്ദേശം എന്നോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടോ യാതൊരു സാധുതയും നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭേദഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത് പറയുന്നുണ്ട്, അതായത് നമ്മളുടെ ജനാധിപത്യ പ്രക്രിയ, നമ്മളുടെ ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും മുകളിലായിരിക്കണം എന്നൊക്കെ പറയുന്ന വലിയ ഭേദമെല്ലാം മോദിക്കൊണ്ടാണ് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ ബില്ലിന്റെ തുടക്കത്തിൽ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ആ രീതിയിലുള്ള ആളുകൾ മാത്രമാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം നമ്മൾ വിചാരിക്കും. ആ രീതിയിലുള്ള ആളുകളെ പാടുള്ളൂ എന്ന് വിചാരിക്കും. ഇതിപ്പോ അവർക്ക് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യമുണ്ടോ ആ ടാർഗറ്റ് ചെയ്ത് 30 ദിവസം ജയിലിലിട്ട് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയോ ഒരു മന്ത്രിയോ അല്ല അവിടുന്ന് തള്ളിക്കളയാൻ പോകുന്ന ഒരു നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭരണഘടനാ വിരുദ്ധവുമാണ്, ജനാധിപത്യ വിരുദ്ധവുമാണ്. ശരി, നന്ദി ഹാരിസ് ബീരാൻ. ഈ